മിൻഹാജ് നോക്ക്. വലോ വഖഫ ഫീ ഉൽവിൻ വഇമാമുഹു ഫീ സുഫ്ലിൻ. അത് എല്ലാവരും അംഗീകരിച്ച മസലയാണെന്ന് തോന്നിപ്പോവും മത്തിനിന്റെ കിടപ്പ് കാണുമ്പോ. എന്തിന്റെ മേലെ എടുക്കപ്പെട്ടതാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ എന്താവും? മൊത്തത്തിലുള്ള നിയമമാണ്. അത് മൊത്തത്തിലുള്ള നിയമമല്ല. താഴെ പറയുന്ന മസലകൾ അവലിന്റെ തരീഖിന്റെ മേലെ എടുക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അത് തുറന്ന് പറയണമായിരുന്നു. അതുകൊണ്ടാണ് ഇബ്നു ഹജർ ഹൈതമി വ്യക്തമാക്കി പറയുന്നത്. ഒരു ജമ്മു പറയുന്നത് എല്ലാവരും തീരുമാനമാണ് ഇത്. അതല്ല, വഴിപിഴച്ചതായ ഒരു തരീഖത്തില്ല നേരത്തെ എന്തല്ലോ സൂയിപ്പാക്കിയ തരീഖത്ത്, അതിന്റെ തഫാരിയയിൽപ്പെട്ടതാണ് അന്നഹു. അതായത് താഴെ പറയുന്നതെല്ലാം വളരെ 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 ലൈഫാണ്. ഫമിൻ തഫാരിയ തരീഖത്തിൽ ഊല ഖിലാഫൻ ലിജംഇൻ. ഒരു ജമാഅറിലെ എല്ലാവർക്കും ബാധകമാണ്. അന്നഹു ലൗ വഖഫ ഫീ ഉൽബിൻ. ഒരാള് മീതെ നിന്നു, പള്ളിയല്ലാത്തതാ പറയുന്നു, പള്ളിയിലെ കഥയല്ല. വഇമാമുഹു ഫീ സുഫ്ലിൻ. ഇമാമോ അക്കസഹു അല്ലെ അക്സാക്കി. എങ്ങനെ? ഇമാമ് തായും അല്ല, ഇമാമ് മീദിയും മഅ്മൂമ് തായും. അക്കസഹു വഖൂഫിനെ അക്സാക്കിൻ ഔ ബിൽ അക്സീൻ അർത്ഥം. എന്നാല് ശുരിത മുഹാദാത്തു ബഅദി ബദനിഹി ബഅദ ബദനിഹി. മുഹാദാത്ത് ശർത്താക്കപ്പെടും. ശുരിത, ആ ശുരിത്തക്കേത്തൊന്ന് സൂക്ഷിക്ക്. ഇത് മാത്രല്ല ശർത്ത്, പണ്ട് പറഞ്ഞ് ഇത്തിസാലും തോളോട് തോളും മുട്ടലും, അതിന് കൂടാണ്ട് ബയലുവദനിന് മുഹാദാത്താകലും. ഓന്റെ കാലിന്റെ നേരെ നമ്മളെ തല വന്ന് നിൽക്കണം പോലും. അങ്ങനെ മുഹാദാത്ത്. ഇവനെടുത്ത് പൊന്തിച്ചിട്ട് മുന്നോട്ടേക്കൊരു ഉന്തുന്തിയാല് ഓന്റെ കാലിന് തട്ടണോ? നേരെ മുകളിൽ അങ്ങനല്ലേ ആ ഡയറക്ഷനില് പൊന്തിച്ചിട്ട് ഉന്തിയാൽ എത്തണമെന്നില്ല. ആ നിലക്ക്. അല്ലാണ്ട് ഇടുന്നേ നിന്നിട്ട് ഇത് കെങ്ങാൻ പറ്റാ. അങ്ങനെ പറയുന്നു. ഇത് മാത്രമേ ശർത്തുള്ളൂ എന്നല്ല. സുരിത്ത എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്ക്, അധികം ശബ്ദാണ്. അല്ല, എന്തിന്റെ കൂടെ? 316 വേറെയും പറഞ്ഞിട്ടില്ലേ? വലത്തെ സൈഡാണെങ്കിൽ 3 മുഴത്തിട്ടുള്ളില് ആ ശർത്തിന് പുറമെയാണ് ഇപ്പൊ എന്ത് പറയുന്നു? ഇപ്പൊ പറഞ്ഞ മുഹാദാത്ത്. കണ്ടാ എഴുതിയില്ലേ? മുഹാദാത്തിന്റെ ഘടന പറ. അസ്ഫലിന്റെ ഖദമ് അല്ല, റഅസുൽ അസ്ഫൽ ഖദമല്ല. എന്താകണം? മേലെയുള്ളവന്റെ ഖദമിന്റെ നേരെ എത്തണം. അരൂപത്തിൽ അക്ഷായാലും കണക്കന്നെ എങ്ങനെ ആയാലും ഇമാമിന്റെ കാലിന് മഅ്മൂമിന്റെ തല മുട്ടണമെന്ന് മാത്രല്ലല്ലോ കഥ പറഞ്ഞത്. മുന്തിയ കൂട്ടിമുട്ടുന്ന രൂപം വരണമെന്ന്. അത്ര ഡയറക്ഷൻ വേണം പോലും. എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൻ പറ്റൂല. മേലെ ചിലപ്പം മഅ്മൂമായിരിക്കും, അടിയിൽ ഇമാമ്. അങ്ങനെയാകാം സാധാരണഗതിയിൽ. മേലെ ഇമാമ്, അടിയിൽ മഅ്മൂമ്. അങ്ങനെയാ. ഇവിടെ എന്തേ പറഞ്ഞിട്ടുള്ളൂ? പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെ മുട്ടല് എന്ന്. അത് ഓപ്പണായ സ്ഥലവും പണ്ട് വാർപ്പുണ്ടാവൂലേ? അതാ മയഫർലി ഏത്തിദാലി ഖാമത്തിൽ അസ്ഫലി. താഴെയുള്ളവന്റെ ഖാമത്ത് പാകമായിരിക്കും പോണം. നീളോ കുറേ നീളം കൂടിയത് കൊണ്ടാണ് ഇമാമിന്റെ കാലിന്റെ അടിയിലേക്ക് എത്തിയത്. അത് പരിഗണിക്കോ? ഇവനിക്ക് വളരെ ഉയരം കുറഞ്ഞത് കൊണ്ടാണ് അവന്റെ കാലിന്റെ അടിയിലേക്ക് എത്താൻ ചെയ്യും. അവിടെ ബുദ്ധിമുട്ടാവോ? അപ്പൊ നമ്മളിവിടെ കണക്കൂട്ടുണ്ട്. എങ്ങനെയാ അങ്ങനെ പറയാൻ കാരണം? ഇരുന്ന് നമസ്കരിക്കുമ്പോഴല്ലോ ആ ഡയറക്ഷൻ കിട്ടുമോ? ഇരിക്കുമ്പോ ഒന്നിങ്ങനെ കിട്ടുമല്ലോ.
ആ അപ്പൊ യഥാർത്ഥം കണക്കൂട്ടിയാൽ മതി മാത്രം, ഇരുന്നോണ്ട് കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ബിഹൈസു യുഹാദി റഅ്സുൽ അസ്ഫലി ഖദമൽ അഅ്ലാ. ഇത് പറഞ്ഞനുസരിച്ച് രണ്ടാന്നല്ലേ നോക്കാൻ പറ്റൂലേ? അത് പറഞ്ഞനുസരിച്ചിട്ട് എല്ലായിടത്തും വരുമല്ല, അതേ ഡയറക്ഷൻ പോണമെന്നല്ലേ ഉള്ളൂ. കിട്ടോ? ഇത് ഒന്നാം നിലയിൽ രണ്ടാം നിലയിൽ പള്ളിയില്ലേ? അവിടെ നിന്നാലും ഇങ്ങനെ എടുത്ത് പൊന്തിച്ച് ആ വാർപ്പിന്റെ മറിയും നീക്ക്. അങ്ങനെ മതിയാ? അങ്ങനെ മതി, മതി. തൂക്കി എത്ര കടുപ്പത്തിലുള്ള നിയമമാണല്ലേ. അമ്മാല സ്ഥാനീയത്തിൽ മുയത്തമത, അംഗീകൃതമായ തരീക്കത്തനുസരിച്ച് ഫലായുസ്തറത്തു ഇല്ലൽ കുർബു. നമ്മൾ പണ്ടേ ആവശ്യപ്പെട്ട കുർബേ ഉള്ളൂ. ഐമാ തഖദ്ദമ എന്നതാ. ഐമാ തഖദ്ദമ 316 ഷെർവാനിയിലെ ലാസ്റ്റ്. എന്ത് കുർബ്, എന്ത് കുർബാ വേണ്ടി? 300 മുട അല്ല, മാ തഖദ്ദമ മിൻ അദമി ഹായിലിൻ അത് വഖൂഫി വാഹിദിൻ ഫിൽ മൻഫദി എന്നല്ല 316 അത് ചെയ്യാനേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒരേ ലൈനിൽ ഒത്തുവരണമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, ഇൻകാനാബി മസ്ജിദിൻ, രണ്ടാളും എന്തിലായി? അല്ലെങ്കിൽ രണ്ടാളും ഫളായിലായി എന്നാ സഹ മുത്തലഖൻ. ഈ പറഞ്ഞ ശർത്ത് എന്തെങ്കിലും ഉണ്ടോ? മുഹാദാത്തിന്റെ പ്രശ്നമേ ആരെങ്കിലും പറയുന്നുണ്ടോ? ഫളായിലായാലും ഓപ്പൺ അറിയുന്നല്ലേ. ഇതേപോലത്തെ മുഹാദാത്ത് കിട്ടണം പറഞ്ഞിട്ടേ ഇല്ല. രണ്ട് ബിനാകുന്നിടത്താ പറഞ്ഞത്. മിത്തിഫാഖിഹിമ, രണ്ട് ദലീഖത്തനുസരിച്ചും കുർബ് മാത്രമേ വേണ്ടുള്ളൂ. എന്ത് വേണ്ട? മുഹാദാത്തൊന്നും വേണ്ട. തംബീഹുൻ ഫറഅ അബൂ സുറ, അല്ലാമ അബൂ സുറ പിരിച്ചുണ്ടാക്കി അലഅ്തിബാരിൽ മുഹാദാത്തി, മുഹാദാത്ത് വേണം എന്ന കൗലനുസരിച്ച്, മുഹാദാത്ത് നിർബന്ധമാണ് എന്നുള്ള കൗല് ഉണ്ടല്ലോ, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിരിച്ചുണ്ടാക്കി. എന്ത്? അന്നഹു ലൗ ഖസുറ വലം യുഹാദി. രണ്ട് മസാല ഒരു പറയുന്നേ ശരിയാണെന്ന് കേട്ടോ, ഓർ ചിന്തിച്ചുണ്ടാക്കിയതാ. മുഹാദാത്ത് നിർബന്ധമല്ലേ? അതനുസരിച്ച് അന്നഹു ലൗ ഖസുറ, ഒരാൾ നിങ്ങളെ കുറഞ്ഞു, അതുകൊണ്ട് മാത്രം മുഹാദാത്ത് കിട്ടിയിട്ടില്ല. ഇവനെ പാകമായ ആളായിട്ട് സങ്കല്പിക്കുമെങ്കിൽ എന്ത് കിട്ടുമായിരുന്നു? എങ്കിൽ ശരി തന്നെയല്ലേ? അതിന് വ്യത്യാസം ഇല്ല. ഇവൻ ചെറുതായി പോയത് കൊണ്ടാണ് ഇവന്റെ തല ആരുടെ കാൽക്കടിയിലേക്ക് എത്താത്തത്. ഇവനെങ്ങാനും നീളം കൂടി ആളായിരുന്നുവെങ്കിൽ ആകുമായിരുന്നു. അവിടെ മസല ശരിയല്ലേ? ഇനി പറഞ്ഞു വന്നഹു ലൗ ത്വാല, ഒരാള് വല്ലാത്ത നീളം, ഫഹദ, അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് എന്ത് കിട്ടീനി? മുഹാദാത്ത് കിട്ടി. മുഅ്തദിലൻ, ഇവൻ പാകപ്പെട്ട ആളായിരുന്നുവെങ്കിൽ എന്ത് കിട്ടൂലായിരുന്നു? കിട്ടൂല, എന്നാ സഹിയാവില്ല. അങ്ങനെ ഈ മസാല പറഞ്ഞു. പറ്റൂല. മുഅ്തദിലീങ്ങളുടെ കണക്കല്ലേ നമ്മൾ എടുക്കുള്ളൂ. ഇത് ഇവന്റെ ഭാഗ്യക്കേടല്ലേ? ഇത് ശരിയല്ല എന്ന് പറയാനേ, ശരിയല്ല എന്നുണ്ട്. അങ്ങനെയല്ലേ വണ്ടി മുഅ്തദിലാണെങ്കിൽ മുഅ്തദിലായിട്ട് കണക്കൂട്ടിയെന്ന് മുഹാദാത്ത് കിട്ടൂല. കണക്ക് നോക്കുകയാണെങ്കിൽ ഇത് ശരിയാവില്ല. ഈ പറഞ്ഞതിനോടൊക്കെ ആര് അനുകൂലിച്ചു? ഇനി ചോദ്യം ചെയ്യും. മസലക്ക് ക്ലിയർ ഒന്നും കുറവില്ല, സംശയമാക്കപ്പെട്ടു. ഒന്നാം മസലയിൽ എന്താണ്? തഖ്ദീരിയായ മുഹാദാത്തല്ലേ ഉള്ളൂ, ഹഖീഖിയുണ്ടോ? നീളം കുറഞ്ഞത് നിങ്ങളുടെ സഹാന്ന് പറഞ്ഞത് ഹഖീഖിയായ മുഹാദാത്ത് ഉണ്ടാ, എന്നിട്ട് പോലും എന്തായി? ആകുന്ന പറഞ്ഞ സ്ഥിതിക്ക് ഫഹാദിഹി അല്ലത്തി ബിൽഫീൽ ഔല,
ഏതെങ്കിലും ഭാഗ്യത്തിന് മഹാദാ തന്നെ കിട്ടിയല്ലോ, ഹഖീഖിയ മുഹാദത്തിന് ഇവിടെ കിട്ടിയില്ലേ? കിട്ടിയില്ലേ? പിന്നെ എങ്ങനെ ഇവിടെ മതിയാകാണ്ടിക്കല്? ഈ രണ്ടാം മസാലക്ക് എത്താം നിങ്ങളെ കുടിയേലി എന്താ പറ്റാണ്ടെന്താ? നിങ്ങൾ ഉയരം കുറഞ്ഞ ആളെ പറ്റി പറഞ്ഞ് അയാള് നിങ്ങളെ ഭാഗമുള്ള ആളായിരുന്നെങ്കിൽ മഹാദാത്ത് കിട്ടുമായിരുന്നു എന്ന് സങ്കല്പിച്ചിട്ട് പോലും എന്താക്കി സ്വയ്യാക്കിയില്ലേ? നേരെ വണ്ണം മഹാദാത്ത് കിട്ടിയ ആളല്ലേ, എന്ത് വകയിൽ എന്തിനാ നോക്കുന്നത്? മഹാദാത്തല്ലേ നമുക്ക് വേണ്ടത്, അത് കിട്ടിയില്ലേ? ആ ഇല്ല യുക്കാല അൽ മദാറു ഫി ഹാദിഹി ത്വരീഖത്തി അലൽ ഖുർബിൽ ഉർഫി, ഉർഫിയായ ഖുർബാൻ ഇടവേണ്ടത്. വഹുവ ലാ യൂജദു ഇല്ലാ ബിൽ മുഹാദാത്തി മഅൽ ഇഅ്തിദാലി ലാ മഅ തൂലി. തൂല് കൂടിയിട്ട് എങ്ങനെങ്കിലും മുഹാദാത്ത് ഒപ്പിച്ചെടുക്കലല്ല നമുക്ക് വേണ്ടത്, ഉർഫിയായ മുഹാദാത്താണ്. അപ്പോൾ ഉർഫിയായ മുഹാദാത്ത് എങ്ങനെ അളക്കാൻ സാധിക്കും? മുഅ്തദിലായ ആളുടെ മുഹാദാത്ത് കൊണ്ടേ അളക്കാൻ കഴിയും. എന്തുകൊണ്ടല്ല? അതുകൊണ്ട് പറ്റൂല. എന്നാ അത് സത്യസന്ധമായി തെളിയിക്ക് പറ്റൂല. ഇങ്ങനെ ഇങ്ങോടെ പറഞ്ഞിട്ടുണ്ടോ? എവിടെ പറഞ്ഞിട്ടുണ്ടോ? ആ അന്നമൻ ജാവക സംഉഹു അല്ലാതെ ഒരുത്തന്റെ കേൾവി അതികഠിനം, ധൂമെല്ലെ എത്രയോ മൈലുകൾക്ക് അപ്പുറത്തുനിന്ന് പറഞ്ഞാലും ചെവി കേൾക്കും, ഓവർ ശക്തി. എന്നാൽ വേറെ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊടുത്താൽ കേട്ടു എന്ന നിലക്ക് നിർബന്ധമൊന്നും വരൂല. എന്തേ? ആ മുഅ്തദിലായ ആളായിരുന്നെങ്കിൽ ആ വാങ്ക് എന്താകുമായിരുന്നില്ല? ചിന്തിക്ക്. വേറെ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊടുത്ത കേൾക്കുമെങ്കിൽ അവിടത്തേക്ക് ഓടണമെന്നല്ലേ? ഒരുത്തന്റെ കേൾവി കഠിനാന്ന് പോലും, അതുകൊണ്ട് ഇവൻ ബാങ്ക് കേട്ടുപോയി പോലും. അങ്ങനെ ബാങ്ക് കേൾക്കുമെങ്കിൽ അവന് മാത്രമല്ല എല്ലാവർക്കും, ആ നാട്ടിലുള്ള എല്ലാവർക്കും എന്തായി? അവിടെ എങ്ങനെയാ നിർബന്ധാക്കി? എന്തുകൊണ്ട് ലാസിമാവൂല? ചെവി സാധാരണ കേൾവി ആയിരുന്നു അതുകൊണ്ട് നിർബന്ധാവൂല എന്ന് പറഞ്ഞല്ലോ. ആ അങ്ങനെയല്ലേ മസല 413 അതുപോലെ ഇവിടെ ചെയ്തെന്നല്ലേ. 413 ജുമാന്റെ നിങ്ങളെ കിതാബിൽ 413. ഇനി വേറെ മസാല പറയട്ടാ. നീളം കൂടിയ കഥ. ഇവ നീളം കൂടി 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 മേലത്താളെ തലക്ക് മുട്ടുന്നു. അത് കിടപ്പ് പരിഗണിക്കൂല. അതിന് മസാല വേണ്ടേ? വന്നമം ബസലത്ത് റാഹത്താഹു, രണ്ട് ഉള്ളം കൈയെത്തി മുട്ടിന് കയ്യിന്റെ നീളം കൊണ്ട് കുഞ്ഞിട്ടൊന്നുമില്ല, നിന്നിട്ടും തന്നെ കൈ തൂങ്ങി മുട്ടുന്നു. എടെ അങ്ങനെയല്ലേ പറഞ്ഞത്? രണ്ടുള്ള കൈ മുട്ടിനെത്തുന്ന കത്തിൽ ഇവൻ കുനിയാൻ തുടങ്ങുമ്പോഴേക്ക് എന്നെന്തായി? മതിയാവോ? ആ മസാല വേണ 58 അതില് 58. ആ അടിയില്ലേ? അതാ അതെ, താഴെതാ, കൊറേ താഴെതാ. എന്നിട്ട് وسلامة يديه وركبتيه لأنه بدون ذلك لا يسمى ركوعا فلا نظر لبلوغ راحتي طويلي اليدين. കണ്ടോ? മതി. ഇനി ഒരാൾ റോട്ടിൽ നിന്നോ ഇമാമോ അപ്പൊ അളവെടുക്കണ്ടേ? പള്ളിനുള്ളിൽ നിന്ന് ജമാഅത്ത് തുടങ്ങി, മുറ്റത്തുനിന്നാണ് തുടരുന്നതെന്ന്, മൈതാനത്തുനിന്ന്. എന്നാലും എങ്ങനെ? അപ്പൊ പള്ളി വെക്കിൽ ആ ഇമാമ പറമ്പത്ത് കൈ കെട്ടിയിട്ടുണ്ട്, തുടരാൻ പറ്റോ? ഫൈലം യഹുൽ ചെയ്യും മിമ്മാമറ ബൈനഹുമ. മിമ്മാമറ എന്ന് പറഞ്ഞത് നിൽക്കും പറ്റില്ല. വരാനിരിക്കുന്ന മറ ഒന്നും ഇല്ലെങ്കിൽ ഒരു മറയെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. ഫൈലം യഹുൽ
ഷൈഉൻ മിമ്മായത്തി മിമ്മാ യഅതി ബൈനഹുമ. ബൈനഹുമ എന്ന് പറഞ്ഞാൽ മറയിലേക്കല്ല. അത് രണ്ടിന്റെ മറ ഇട്ടിട്ടില്ലെങ്കിൽ പള്ളിന്റെ താഴെ പറയുന്നുണ്ട് ഒരു മറ ഇടലി ജനല് പോലത്തത് മുറിവിനെ തടയുന്നത് എന്നല്ലോ. ആ അത് ഇട്ടിട്ടില്ലെങ്കിൽ എന്താ മറ്റേ അതേ ഷർട്ടേ ഇല്ല, വേറെ ഒന്നുമില്ല, മാത്രം 300 അളവെടുക്കല് മാത്രം, അളവ് തന്ന കുടിപ്പോറുന്ന് മാത്രം. ആ 138 മീറ്റർ പള്ളിന്റെ അവസാനം മുതൽ പള്ളി ഇമാമ് പള്ളിയിലാവുള്ളെങ്കിൽ പള്ളി മുഴുവൻ അഫൂദ്, പള്ളിന്റെ ലാസ്റ്റ് മുതൽ 300 മുളത്തിനേക്കാണ് ഇറങ്ങുന്നത്. സഫുണ്ടെങ്കിൽ അവസാനത്തെ സഫ് മുതൽ അവിടുന്ന് അളവെടുക്കുമ്പോൾ വെച്ചു പോറുത് ആരാനായിട്ട് തുടരാൻ പാടില്ല എന്നാ കണക്ക്. ഈ ആരാനാകുന്ന കൈഫിയത്തായത് എങ്ങനെ 138 46 സെന്റിമീറ്ററാണ് ഒരു മുളം. കണ്ടാ ബഅത്തുരില്ല ഖൗലുഹു ലം യഹുൽ സയ്യുൻ. എന്താ ലം യഹുൽ സയ്യുൻ കൈ മറ വീണാത്തന്നുണ്ട്. ലൗകാന ബിജിദാരിൽ മസ്ജിദി ബാബുൻ, പള്ളിയുടെ ജിദാറിന് എന്തുണ്ട്? വലം യഖിഫ് ബിഹിദായിഹി അഹദുൻ ലം തസിഹൽ ഖുദവത്തു. എന്താ ഖുദവത്തു സയ്യാവുലല്ലോ. അപ്പോൾ ലം യഹുൽ എന്ന് പറഞ്ഞത് എന്താ അങ്ങനെ കണക്ക്? ലം യഹുൽ സയ്യുൻ പിന്നഹു ലൗകാന ബിജിദാരിൽ മസ്ജിദി ബാബുൻ. എന്താ അവിടെ ഹായിലില്ല. ആ ഹിദായിൽ പറഞ്ഞ പോലെ ഒരാൾ നിന്നിട്ടില്ല. അന്നേരം ആടിയും സഹിയാണെന്ന് പറയണ്ടേ? വയുറദ്ദു ഫീഹി ഹായിലുൻ കമാ ഉലിമ മിൻ കലാമിഹി. മുസന്നിഫിന്റെ കലാമിലില്ലേ 316 316 അത് ഹാല ബാബുൻ നാഫിദ് എന്നല്ലേ? അത് മറയല്ലല്ലോ നോട്ടീസ് കാല. ആ കണ്ടില്ലേ? കമാ ഉലിമ മിൻ കലാമിഹി അത് ഹായിലായിട്ട് കൂട്ടുമല്ലോ. ഫലായരുതു അലി ഇനി അളവെടുക്കുന്ന കൈഫിയത്ത് മുഅ്തബിറൻ ദാലിക തഖാറുബു. ആ തഖാറുബ് പരിഗണിക്കുന്നത് മിൻ ആഖിരിൽ മസ്ജിദി എന്നാണ്. കാരണം പള്ളി മുഴുവൻ അഫ്വാണ്. ഐ തറഫിഹി അല്ലദീ യലി മൻ ഹുവ ഖാരിജഹു. പള്ളി മുഴുവനും ഇമാമായാലും മഹ്മൂമായാലും പള്ളിയിൽ അളവെടുക്കണ്ട. പിന്നെ ഇടുന്ന അളവ് അവസാനം മുതൽ എന്നഹു പള്ളിയിൽ എന്താ ലിമാ ബുനിയൽ നമസ്കാരത്തിന് വേണ്ടി എടുക്കപ്പെട്ടപ്പോൾ ലം യുഅദ്ദ ഫാസില. എന്തായാലും കണക്കൂട്ടേ ചെയ്യൂല. അവിടെ ദൂരേ നോക്കുന്നില്ല. മസ്ജിദുൽ ഹറാമിൽ എത്ര കിലോമീറ്റർ നമസ്കാരം ശരിയാകാൻ ഡിസ്റ്റൻസിന്റെ കണക്കുണ്ടാ? എല്ലാം മസ്ജിദ് എന്ന നോട്ടം മാത്രമേ ഉള്ളൂ. വക്കീല ഒരു കീല പറയുന്നത് പള്ളിന്റെ അവസാനം മുതൽക്കല്ല പോലും. പള്ളിയിൽ എത്ര സഫ് കെട്ടിയിട്ടുണ്ടോ അതിലുള്ള അവസാനത്തെ സഫ് മുതൽ അളവെടുക്കണം. അപ്പൊ പള്ളി കുറെ ജ്യൂസ് കൊടുക്കും 300 മുളത്തിൽ. പള്ളിയിൽ 1 2 3 സഫ് ഉണ്ട്. ഇനിയും പള്ളി സ്ഥലമുണ്ട്. അളവെടുക്കേണ്ടത് ഈ നിലവിലുള്ള സഫ് മുതൽ. ഫുള്ളാളുണ്ടെങ്കിൽ അല്ലേ? കുറച്ച് ഗ്യാപ്പ് പിന്നെയും ഉണ്ടാവില്ലേ പള്ളി? ആരുമില്ലെങ്കിൽ ഇമാം മുതലേ എടുക്കേണ്ടി വരൂലേ? ഇമാമ് മാത്രമേ ഉള്ളെങ്കിൽ ഇമാമിന്റെ കാലം മുതൽ അളവെടുക്കണം പോലും. കീലനുസരിച്ച് അപ്പൊ 300 മുളം പള്ളിയിനുള്ളിൽ തന്നെ തീരും. ചിലപ്പോ വലിയ പള്ളിയാണെങ്കിൽ മഹല്ലുഹു ഈ ഖിലാഫിന്റെ മഹല്ല് എവിടെയാണ്? ഇല്ലം തഖ്റുജി സുഫൂഫു അൻഹു. സഫ് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിലാണ് അന്ന് പള്ളിയെ തൊട്ട് പള്ളി നിറഞ്ഞിട്ട് മുറ്റത്തേക്കും സഫ് വന്നെങ്കിൽ പള്ളിയിലുള്ള സഫ് മുതൽ എന്ന് പറയാൻ നിൽക്കോ? പള്ളിന്റെ പുറത്തും ഇല്ലേ? അപ്പൊ അളവെടുക്കേണ്ടത് സാധാരണ പോലെ തന്നെയല്ലേ? ആ മുറ്റത്തുള്ള സഫ് മുതലല്ലേ? ഇത് പള്ളിയിലുള്ളിലാണോ അല്ല പള്ളിയിലുള്ളിലെ സഫാണോ എന്ന ചോദ്യം ഉണ്ടാവോ? പിന്നെ പള്ളിയിൽ നിറഞ്ഞ് പള്ളിയുടെ പുറത്തേക്ക് സഫ് ചാടിയിട്ടുണ്ട്. അവിടെ എന്ത് ഖിലാഫ്?
അതൊന്നുമില്ല, സാധാരണ പറയുന്ന പോലെ രണ്ടും. കൊറേ ആള് പള്ളിയിൽ ഉണ്ടായി എന്നല്ലാണ്ട് ഇല്ല. ഇപ്പൊ പിന്നെ ആഖിരി സഫീൻ പള്ളിയിലുണ്ട്, മുറ്റത്തും ഉണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ ആഖിരി സഫി. മസ്ജിദിന്റെ പുറത്തുള്ള അവസാനത്തെ സഫു മുതലല്ലേ അളവ് 300 മുഴം. അവിടെ പിന്നെ കത്തിന്റെ തിരിക്കല്ലേ, അവിടെ ആരെങ്കിലും സംസാരിക്കോ? ഇവിടെ ബാലൻസ് വന്നിടത്തല്ലേ എന്ത് പറഞ്ഞിന്? മറ വീണ് പോയാൽ ജിദാറ് പറ്റൂല, പറ്റൂല. അല്ലെങ്കിൽ മുഗലക്കായ ബാബ് അതിൽ തുറന്നു നോക്കണ്ടേ? മുഗല അതാ മറ വീട്ടില്ല. മനഹ തുടർച്ചയെ തടയും. മറ വീണ് പോയില്ലേ? ഇത്തിസാലില്ല. ഇവന്റെ നാഥനാരാന്ന് ഇങ്ങനെ ചോദിച്ചാൽ ഉത്തരം നിങ്ങൾ ആർക്കാ ഇമാമ് നിന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയോ? നിങ്ങൾ ആരെയാണ് പോറ്റുന്നത് എന്ന് ഇമാമിനോട് ചോദിക്ക്. ഇമാമിന് പറയാൻ കഴിയോ? ഇല്ല. പിന്നെ വെറുതെ അടച്ചതേ ഉള്ളൂ, ലോക്കൊന്നും ഇട്ടിട്ടില്ല. എന്നാലും പ്രശ്നം തന്നെ പോലും പ്രശ്നമാണ്. തസ്മീർ ഒന്നുമില്ല, തടയും. വൈലം മുഗലക്കിന്റെ അടുത്ത് ഇത്തിഫാഖ്, ഇവിടെ ചെറിയ ഖിലാഫ്. ഖിലാഫല്ലിൽ ഇമാമീൻ മർദൂദായാൽ പറ്റും, അത് ഉന്തിയാലാകുന്നതല്ലേ, നടക്കണമെന്ന് വിചാരിച്ചാൽ നമ്മളെ കൊണ്ടാവൂലേ? അല്ലെങ്കിൽ കാറ്റടിച്ചാൽ അത് തുറന്നു കിട്ടൂലേ എന്നെല്ലാം ആര് പറയുന്നു? അനുസരിച്ച് അത് രണ്ടിലേക്കാണ്, ബാബുൽ മർദൂദിലും സുബാക്കിലും. സുബാക്കിൽ പറയാൻ കാരണം വേണ്ട പോലെ കാണുന്നില്ലേ, വല്ലാണ്ട് കാണുന്നില്ലേ. ലിമൻ ഇല്ലവലി അൽ മുശാഹദത മർദൂദ് ബാബുൽ മർദൂദിൽ മസാനിയൽ ഇസ്തിറാഖ പറ്റൂല കാണുന്നുണ്ട്. ആടെയാണ് ഇബ്നു ഖാസിം ശർവാനി നിലവിളിക്കുന്നതാ. നിലവിളിക്കുന്നു. ഇത് പണ്ട് പറഞ്ഞ പോലെ അല്ലല്ലോ എന്നെല്ലാം കൂടാ. ലിമൻ ഇല്ലവലി അൽ മുശാഹദത ഫീഹി ശൈഇൻ മാ തംസീലിഹി ഖൗലൽ മുസന്നിഫി അസ്സാബിഖി 318 ഇങ്ങനെയൊന്നല്ല പറഞ്ഞത്. എന്നിട്ട് മതഖദ്ദമ അനിൽ ബസരി 318 മതഖദ്ദമ അത് ചെറുവാനിയില് അതിനുള്ള തഖദ്ദമക്ക് കണക്ക് വേണ്ടേ? 18 ഇബ്നു ഖാസിമിൽ അതാ സങ്കടം പറയുന്നു. ഇതും നേരത്തെ എത്തി ഒക്കുന്നില്ലല്ലോ. ഒക്കണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈനിയും വെച്ചാ ഒക്കൂ, വെച്ച പോലെ അല്ലേ? അങ്ങനെ നാദിറായ വാതിലല്ലേ എന്ന് വെക്കും. അങ്ങനെ വെച്ചിട്ട് എന്തിനാ ഒപ്പിക്കുന്നത്? അല്ല ചില്ലിന്റെ വാതിലാണെങ്കിൽ മുറൂറിനല്ലേ തടഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ചില്ലിന്റെ വാതിലാന്ന് അവിടെ മുറാദ് എന്ന് വെക്കണം പോലും, ബാബു എന്ന് പറഞ്ഞാൽ. അങ്ങനെയെല്ലാം വെക്കാൻ കഴിയോ? ഇങ്ങനെയല്ലല്ലേ അവൻ വെച്ചത്. എല്ലാ വാതിലും വരാൻ സാധ്യത ഉണ്ടല്ലോ. മബിമ തക്കററ ഇത്തസലമിഹിൽ മവാത്തു എന്ന കൈത് കൊണ്ട് ഉലിമ ഉറപ്പായി സിഹദു സലാത്തിൽ വാഖിഫി തുടർന്ന് നിൽക്കുന്നവന്റെ നമസ്കാരം സഹിയാണ്. ജബലബി ഖുബൈസിലാ കയറി നിന്നത്. ജബലബി ഖുബൈസിലി ബിമം ഫിൽ മസ്ജിദി ആരോട് തുടർന്ന് ബഹുവ പറ്റുമെന്നാണ് മാനുസാലി. ഷാഫി ഇമാമിന്റെ നസ്ലിനല്ലേ ഉമ്മിലി പറ്റൂ. പറ്റൂല. ഇവിടെ നിന്നിട്ട് എങ്ങനെ പള്ളിയിലുള്ള ഇമാമിനെ തുടരല്ലേ? മസ്ജിദുൽ ഹറാമിലേക്ക് തുടരല് എങ്ങനെ? മസ്ജിദുൽ ഹറാമിൽ നിന്നിട്ട് തന്നെ ലോഡ്ജിന്ന് തുടരുന്നുണ്ട്. അവിടെ ഇപ്പം ജബലബി ഖുബൈസ് മുമ്പുണ്ടായത്. പറ്റൂല എന്ന് പറഞ്ഞത് മഹമൂദിൻ അൽ ബൈതി ദൂരം കൂടിയിട്ടുണ്ടാവും. ദൂരം കൂടിയിട്ട് പറ്റൂല. بحيث لا يصل إلى بناء الإمام لو توجه إليه من جهة إمامه إلا بإزمرار وانعطاف. കിബിലയെ തൊട്ട് തെറ്റേണ്ടുന്ന ഗതികേട് വരുന്നു. ഇവൻ തുടർച്ചയായി നടന്നാല് അതിലേക്കെത്താൻ. ഇത് അജ്നബിയായ സ്ഥലല്ലേ?
എത്ര കണ്ട് തെറ്റേണ്ടി വരുന്നു? അടാ നമ്മ പറഞ്ഞിട്ടുണ്ട് യൽത്തഫിത്തൂന്നായിരുന്നു പറയാൻ നല്ലത്. എങ്ങനെ ഇസ്വിറാറിന്റെ മിസാല്, ഇത് ഇസ്വിറാർ ഇല്ലാത്തതിന്റെ മിസാല്. ഈ മിസാല് കൊടുത്തത് ലായൽത്തഫിത്തു എന്ത് കണ്ടിട്ടാണ്? ഇപ്പൊ പ്രശ്നം പ്രശ്നം കൊടുത്ത് അടാ ഇസ്വിറാർ ഇല്ലാത്ത കോലം കൊടുത്ത്, ഇല്ലാത്തതല്ല. ഇവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നത് ഏതെന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോ എത്ര കണ്ട് ഇൽത്തിഫാത്താക്കിയാൽ അടങ്ങുന്നത്? ഈ കിബിലിന്റെ ഭാഗത്തെ വിട്ടിട്ട് ഇങ്ങനെ ഇൽത്തിഫാത്താക്കി പ്രശ്നമില്ല. മുതുക് എങ്ങോട്ടേക്കായി മാറുന്നു? കിബിലയിലേക്ക് തിരിഞ്ഞു കണ്ട ഗതികേട് വരുന്നത്. യമീന് യസീർ യസാർ പോയാലൊന്നും നമുക്കൊന്നുമില്ല. ആ കിട്ടി, ഉറപ്പ് പറഞ്ഞു തിരിഞ്ഞില്ലേ? അതുകൊണ്ടാണ് മീതയും തായാലും ഉണ്ടാകുമ്പോണ്ടല്ലോ പള്ളികളിലൊന്നും പഠിക്കണ്ട, ബേക്കിൽ എണിപ്പടിയുണ്ട്. മീത്തലുള്ള ആള് ഇമാമിലേക്ക് എത്തണ്ടെങ്കിൽ ഇസ്ബിറാറ് വരുന്നില്ലേ? പള്ളിയിൽ പ്രശ്നമില്ല. അതേ സമയത്ത് ഈ ബിൽഡിങ് മദ്രസയാണെങ്കിൽ എന്താക്കലെന്ന് അറിയാവോ? ഈ ചില സ്റ്റേറ്റ് ബസ്സിലില്ലേ ഡ്രൈവറെ ഭാഗത്തന്നെ കയറുന്നു, ഡ്രൈവർ നേരെ തന്നെ കയറ്റിയിട്ട് ഇത്തരില്ലേ ആ മോഡലിൽ സ്റ്റെപ്പ് വെക്കുന്നു. എന്തെന്ന് പറഞ്ഞാൽ മേധയുള്ള ഇമാമിലേക്ക് എത്താൻ ഡയറക്റ്റ് മുന്നോട്ട് നടന്നിട്ട് എത്തണ്ടേ? പറഞ്ഞ മനസ്സിലായി. രണ്ട് തട്ടുള്ള മദ്രസ, മുമ്പിൽ പടിവെക്കല്, മുമ്പിൽ പടിവെക്കൽ. ബേക്കിൽ വേണമെങ്കിൽ വെച്ചോ, ബേക്കിൽ വെക്കേണ്ടി വരൂ. അടിയിലുള്ള മുമ്പിലേക്ക് മേലോട്ട് പോണ്ടിക്കല് ഇമാമിലേക്ക് രണ്ടു ഭാഗത്തും വെക്കൂ. രണ്ടു ഭാഗത്തുണ്ടായിട്ട് ചില സ്ഥലത്ത്. ആ പള്ളിയിൽ മുൻവശത്ത് വെക്കുന്നില്ല, പള്ളിയിൽ വേണ്ട ആവശ്യമില്ല. നമ്മ ഇറങ്ങണ്ടിക്കിൽ തന്നെ ലഹറ് കാബയിലേക്കാക്കി നടന്നിട്ട് താഴേക്ക് എത്തിയാലും മതി. കേറുമ്പോ നേർക്ക് തന്നെ കിട്ടും. ഇതിപ്പോ ഇറങ്ങുമ്പോ എങ്ങനെ കിട്ടണം? പള്ളി അല്ലാത്തതാകുമ്പോ മുഴുവനും വഖഫാണ്. അത് അതിൽ പിന്നെ ഖിലാഫുണ്ട്. പള്ളിയിൽ നിന്ന് വേറൊന്നും തുടങ്ങിയില്ലേ എന്നെല്ലാം കൂടെ തുടക്കൂലാസ്റ്റ് പള്ളിയിൽ ഉണ്ടായിരുന്ന അങ്ങനെ മതിയെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്, അതിൽ സംസാരിക്കുന്നുണ്ട്. കൊടുത്തു മതിയാ.